ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വ്ളോഗാണ്. ആൻഡ് ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ട് തന്നെയാണ് ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. മാങ്ങയും ചക്കയൊക്കെ സീസൺ അവസാനിക്കാനായപ്പോഴാണ് വീണ്ടും ഒരു ബുദ്ധി ഉദിച്ചത്. എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അത് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ മാങ്ങ കഴുകി കൊണ്ട് തുടച്ചെടുക്കണം. എന്നിട്ട് വേണം ഇത് അരിയാനായിട്ട്. നമുക്ക് ഈ മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈസി വെക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ തന്നെയാണ് അരിഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അരിഞ്ഞു കൊടുക്കുക. അതേപോലെ നമ്മൾ മാറ്റിച്ച് ഈ ഒരു മാങ്ങയും ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം. എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ഉലുവ ഇടണം. എന്നിട്ട് നമുക്കിതൊന്ന് വറുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാർ പൊടീൻ്റെ പകരം നമ്മൾ തന്നെ മസാല ഉണ്ടാക്കിയിട്ടാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഉലുവ വറുത്തിട്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകത്തിന് ചെറിയ ജീരകം എന്നും പറയട്ടെ, ഈ കുഞ്ഞ് ടൈപ്പ് ജീരകമില്ലേ, അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ ചട്ടിയിൽ തന്നെ അപ്പം ഇത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു കുഞ്ഞ് കഷ്ണം കായം കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം. നമുക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കാം. ഇനി ഇതൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടികൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച കടുക് കൂടി ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ആവശ്യമുള്ള മുളക് പൊടിയും ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ചൂടാകുമ്പോഴേക്കും നമ്മളിത് ഓഫ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമ്മൾ മാങ്ങ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വിനാഗിരിയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പ് അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിരിക്കും. ബൈ ബൈ.